കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് ഫാക്ടറി ഇന്ന് തുറക്കില്ല. ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന് പോലീസ് സുരക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ എന്ന് ഉടമകൾ അറിയിച്ചു. ഫ്രഷ് കട്ടിന് ഉപാധികളോടെ ജില്ലാ ഭരണകൂടം പ്രവർത്തനാനുമതി നൽകിയിരുന്നു. തുറന്ന് പ്രവർത്തിച്ചാൽ നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് ഫ്രഷ് കട്ടിന്റെ തീരുമാനം. കോഴിയറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാൻ വേണ്ടി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലാ ഫെസിലിറ്റേഷൻ സെന്റർ യോഗത്തിലാണ്, കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമെടുത്തത്. പക്ഷേ പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ അത് തുറക്കേണ്ടതില്ല എന്നുള്ളതാണ് ഉടമകളുടെ തീരുമാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ ഈ സെന്ററിന് ഫ്രഷ് കട്ടിന് മുമ്പിലാണുള്ളത്. പ്രധാനപ്പെട്ട ഗേറ്റ് ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. ഇന്ന് തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. പോലീസ് സംരക്ഷണം ഉറപ്പുവരുത്തിയ ശേഷം മാത്രം തുറന്നാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഉടമകൾ പോയിട്ടുള്ളത്. ഡയറക്ടർ ബോർഡ് യോഗം ഇന്ന് നടക്കും. അതിനുശേഷം അത് സംബന്ധിച്ച് തുറക്കും സംബന്ധിച്ച് തീരുമാനമെടുക്കൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ തുറന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനം ജില്ലാ കളക്ടർ നൽകിയതിനെതിരെ ഈ നാട്ടുകാർ, പ്രത്യേകിച്ചും സമരസമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ വലിയ വിമർശനവും എതിർപ്പുമാണ് മുന്നോട്ട് വെക്കുന്നത്. അതായത് തുടർച്ചയായി ഇത്തരത്തിലുള്ള ചില ഉപാധികളോടുകൂടിയാണ് ഫ്രഷ് കട്ടിന് പ്രവർത്തനാനുമതി നൽകിയിരിക്കുന്നത്. ഈ വൈകുന്നേരം പ്രവർത്തനം 6 മണി മുതൽ രാത്രി 12 മണി വരെ ഈ ഫാക്ടറി പ്രവർത്തിക്കാൻ പാടില്ല. ഒപ്പം തന്നെ 20 ടൺ മാലിന്യം മാത്രമേ, ഈ വേസ്റ്റ് മാത്രമേ ഇവിടെ സംസ്കരിക്കാൻ പാടുള്ളൂ തുടങ്ങിയുള്ള കുറച്ച് നിബന്ധനകളോടെയാണ് പ്രവർത്തനാനുമതി നൽകിയതെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇത്തരം അനുമതിയും ഇത്തരം ധാരണകളും ഒക്കെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇതിനു മുമ്പും തീരുമാനിച്ചതാണ്. പക്ഷേ ഇതൊന്നും നടപ്പാക്കപ്പെട്ടിട്ടില്ല. ഫ്രഷ് കട്ട് ഇതെല്ലാ ധാരണകളും ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഫാക്ടറി ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ സമരം ശക്തമായി തുടരുമെന്ന ഒരു നിലപാടിലാണ് നാട്ടുകാർ ഉള്ളത്. ഇന്ന് വൈകിട്ടിനോടുകൂടി നാട്ടുകാർ, പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട പലരും ഒളിവിലാണുള്ളത്. സമരസമിതി നേതാക്കന്മാരെല്ലാം ഒളിവിലാണ്. അതുകൊണ്ട് തന്നെ പരിമിതമായ ആളുകൾ മാത്രമേ ഇപ്പോൾ നാട്ടിലുള്ളൂ. പക്ഷേ ഉള്ള ആളുകൾ വൈകുന്നേരത്തോടുകൂടി യോഗം ചേർന്ന് ഭാവി സമര പരിപാടികൾ ആലോചിക്കും. ഏതായാലും പ്രദേശത്ത് കഴിഞ്ഞ ദിവസം സംഘർഷത്തെ തുടർന്ന് ഒരു സ്കൂളിന്റെ പ്രവർത്തനം ഏറെക്കുറെ പൂർണ്ണമായി നിലച്ചിരിക്കുന്ന അവസ്ഥയാണ്. കുട്ടികളാരും സ്കൂളിലേക്ക് വരുന്നില്ല. ആ സ്കൂൾ പ്രവർത്തിക്കാൻ പോലും ഒരു ഇടപെടൽ നടത്താത്ത ജില്ലാ ഭരണകൂടം ഈ വലിയ ആരോപണ വിധേയമായ ഈ ഫാക്ടറി തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഇപ്പോൾ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. ഷിജിൻ നരിപ്പറ്റക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.